പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡെലിവറി വ്ളോഗ് ഇടലാണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അത് ഇടുന്നതിനോട് എനിക്കെന്തോ തീരെ ഒരു താല്പര്യമില്ലാത്ത പോലെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പ്രഗ്നൻ്റ് ആയ സമയത്ത് നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവല്ലോ. അപ്പം ചില ആൾക്കാർ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവും, ചിലരുടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും അവരോടൊന്നും നമ്മൾ അങ്ങനെ ചോദിക്കൂല കേട്ടോ. അവരിട്ട് പറയില്ല, അത് കുഴപ്പമില്ല, ഡെലിവറി അല്ല ഒന്നുമില്ലാതെ പ്രസവിച്ചോളൂ എന്നൊക്കെയാണ് അവർ പറയല്. ഇനിയിപ്പോൾ അങ്ങനെ ചില ആൾക്കാരുണ്ടാവും പേടിപ്പിക്കാനായിട്ട് വരുന്ന ആൾക്കാർ. അപ്പോൾ അവരോടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ അമ്മമാരോ വലിയമ്മമാരോ ഒക്കെ ഉണ്ടെങ്കിൽ പറയും കുട്ടീനെ പേടിപ്പിക്കണമെന്നും പറയൊന്നും ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറയും. പക്ഷെ എന്നതല്ല, ഇന്ന് നമുക്ക് പിന്നെ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ ഡെലിവറീൻ്റെ എല്ലാം കാണാൻ പറ്റും. ഇപ്പം അങ്ങനെയുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഞാനൊക്കെ ഡെലിവറി ആവുന്ന പ്രസവിക്കുന്ന സമയത്ത് മൂന്നാമത്തെ മോനെ ഡെലിവറി ആയപ്പോൾ അന്നേരമാണ് യൂട്യൂബൊക്കെ ഒന്ന് കുറച്ചിങ്ങനെ വരുന്നത്. അപ്പോൾ ചെറിയ ഫോണൊക്കെയാണ്, അപ്പോൾ അതിലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നോക്കൂല, പേടിച്ചിട്ടൊരു പേടിയാണ് നോക്കാനായിട്ട്. അപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അതെൻ്റെത് സി സെക്ഷൻ ആയിരുന്നു, സിസേറിയൻ ആയിരുന്നു. അപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ആ ഒരു വീഡിയോ ഒക്കെ കാണാൻ തന്നെ. കാരണം അതിൻ്റെ മുന്നേ നമുക്ക് എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡെലിവറി വ്ളോഗൊക്കെ ഈ പ്രസവിക്കാനായിട്ടുള്ള, അതായത് 8 മന്തും 7 മന്തൊക്കെ ആയിട്ടുള്ള കുട്ടികൾ കാണുമ്പോൾ അവർക്കൊരു പേടിയായിരിക്കും. നമ്മൾ ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും ഇപ്പോൾ പേടിച്ചിട്ട് ഇപ്പോൾ ആരും പ്രസവിക്കാതിരിക്കണമെന്നില്ല, എല്ലാവരും പ്രസവിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അത് കാണുമ്പോൾ ഒരു പേടിയാണ്, ഇവരെ കരച്ചിലും ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ കഴിയുന്നതും ഇങ്ങനത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ നമുക്കതിപ്പോൾ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാനാണല്ലോ. പക്ഷെ അത് നമുക്ക് പ്രൈവറ്റ് ആക്കി വെക്കാമല്ലോ. അല്ലാതെ നമ്മളെല്ലാം ഇങ്ങനെ കാണിക്കുമ്പം അത് പ്രസവിക്കാൻ പോണ കുട്ടികളെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പം ഇപ്പം എൻ്റെ 3 ഡെലിവറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 തരത്തിലുള്ള ഡെലിവറി ആയിരുന്നു. കാരണം ഫസ്റ്റത്തെ വലിയ കുഴപ്പമില്ലേനും, രണ്ടാമത്തെ നല്ല കുറച്ചൊരു കുഴപ്പമുണ്ടായിരുന്നു, മൂന്നാമത്തെ അതിലേറെ കുഴപ്പമായിട്ടുള്ള ഡെലിവറി ആയിരുന്നു. അപ്പം കുട്ടികൾ ചെറിയ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പേടിക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. എന്താണ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.